താങ്ക് യു. ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഇതെന്താ സാധനം? രുദ്ര 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 രുദ്ര. Hibaiska sakum pushtum. ചെന്ന് ആക്രമിക്കേ. Hibaiska lollipotino. Hibaiska normalistiko. Hibaiska sakum pushtum. ഈ ചെക്കൻ വളരെ എളുപ്പത്തിൽ എന്റെ മോൺസ്റ്ററിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഈ ചെക്കനെ കുറിച്ച് ഞാൻ കേട്ടതെല്ലാം സത്യമാണെന്നാണ് തോന്നുന്നത്. ഇവന്റെ പവേഴ്സ് മുഴുവൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ പിടിച്ചു കാണിക്കാം. Goal! Goal! പേടിക്കണ്ട, ഞാൻ നിങ്ങൾ ആരെയും ഇവിടെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ എ പ്ലാനിന്റെ മന്ത്രി അപ്പീലോയാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻവിറ്റേഷൻ തരാൻ വേണ്ടി വന്നതാണ്. അല്ല, ഇതെന്താ പുതിയ പ്രശ്നം? നിന്നെ ഇതിനു മുമ്പ് ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. പിന്നെന്തിനാ ഇൻവിറ്റേഷൻ? വേണ്ട വേണ്ട വേണ്ട. രുദ്ര, ഞങ്ങൾ ഓരോ വർഷവും ആനുവൽ ഫംഗ്ഷന് എപ്പോഴും ഒരു സ്പെഷ്യലായ മനുഷ്യനെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം നിങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾക്കെല്ലാം നിങ്ങളിൽ നിന്നും ഒരുപാട് കണ്ടു പഠിക്കാനാവും. എന്ത് പറയുന്നു? പ്ലീസ്, പറ്റില്ലെന്ന് മാത്രം പറയരുത്. നിങ്ങൾ ഇത്രയൊക്കെ സ്നേഹത്തോടെ വിളിച്ചത് കൊണ്ട് ഞങ്ങൾ വരാം. തീർച്ചയായിട്ടും വരാം. ഞങ്ങൾ ഇതുവരെ പ്ലാന്റ് കണ്ടിട്ടില്ല. അവിടെ വന്ന് അതൊക്കെ രസിക്കാലോ. താങ്ക് യു രുദ്ര. പുറപ്പെട്ടോളൂ. പുറപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു. മൈ ലോർഡ്, ഇദ്ദേഹമാണ് രുദ്ര. വളരെ വലിയൊരു മജീഷ്യനാണ്. പിന്നെ ഇവരൊക്കെ
അവന്റെ കൂട്ടുകാരും മൈര, വരുൺ, പിന്നെ റംഗീല. രുദ്ര, വെൽക്കം ടു എ പ്ലാന്റ്. നീ ഇങ്ങോട്ട് വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. മെജീഷ്യനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നോക്കൂ, ഞങ്ങളുടെ ഈ സാമ്രാജ്യത്തിൽ ഗസ്റ്റിനെ തലയിൽ വെച്ച് എപ്പോഴും ബ്ലസ് ചെയ്യാറുണ്ട്. നിങ്ങളത് തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ബ്ലെസ്സിങ്സ് തരാൻ ആഗ്രഹിക്കുന്നു. ആഹാ, തീർച്ചയായിട്ടും. ഇതിൽ തെറ്റിദ്ധരിക്കാൻ എന്താ ഉള്ളത്? ഒരു പക്ഷേ ഞാൻ കിങ്ങിന്റെ ബോഡിയെ ടച്ച് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ അതേ പവർ മൊത്തം എനിക്കും കിട്ടുന്നതായിരിക്കും. അല്ല, ഇവര് ബ്ലെസ്സിങ് ചെയ്യുന്ന വിധം വളരെ വ്യത്യസ്തമാണല്ലോ. ഓ, അപ്പൊ ഫെൻസോയെ മാജിക്കൽ പവേഴ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് എടുക്കാണല്ലേ? പിന്നെ നമ്മൾ മാത്രം എന്തിനാ മാറി നിൽക്കുന്നത്? ആ? ഇത് ശരിക്കും കൊള്ളാലോ. ചേട്ടാ, ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ. ഈ ബ്ലെസ്സിങ്ങിന്റെ പ്രോഗ്രാം കുറെ നേരമായിട്ട് നടക്കുകയാണല്ലോ. എന്തോ പ്രശ്നമുണ്ട്. ഈ ബ്ലെസ്സിംഗ് സെറമണി ഒരുപാട് സമയമായിട്ട് നടക്കുന്നുണ്ടല്ലോ. കിങ്, നിർത്തൂ. എനിക്കിപ്പോ തോന്നുന്നത് നിങ്ങൾ എന്നെ ബ്ലെസ്സിംഗ് ചെയ്യല്ല. ശരിക്കുള്ള നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? രുദ്ര, നീ പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്ക് മാജിക് ഒന്നും അറിയില്ല, പക്ഷെ എന്റെ അകത്തും ഒരു പവറുണ്ട്. ഞാൻ ആരുടെ തലയിൽ കൈവച്ചാലും അവന്റെ പവേഴ്സ് മുഴുവൻ എനിക്ക് കിട്ടുന്നതാണ്. ഇപ്പൊ നിന്റെ അകത്തുണ്ടായിരുന്ന മാജിക്കൽ പവേഴ്സ് എല്ലാം എനിക്കും ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. ചേട്ടാ, ഇതിപ്പോ പ്രശ്നമായല്ലോ. ഇതൊക്കെ ചീറ്റിംഗാ. മന്ത്രി പെൻസോ, അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ചതിയായിരുന്നല്ലേ? ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ? ഞാൻ നിങ്ങളെ ചീഫ് ഗസ്റ്റ് ആയിട്ടാണ് ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം മൈ ലോർഡിന്റെ ഓർഡറാണ് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ കൽപ്പന ആർക്കും നിരസിക്കാനാവില്ല. നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ പവേഴ്സ് തിരിച്ചു വാങ്ങിച്ചിരിക്കും. രുദ്ര, ഇപ്പൊ ഞാനും ഒരു മജീഷ്യനാണ്. നിന്റെ പവേഴ്സ് തട്ടിപ്പറിക്കാൻ കഴിയുമെങ്കിൽ ചെയ്തു നോക്ക്. കൂട്ടുകാരെ, വേഗം ചെന്ന് രുദ്രയെ പിടിക്കൂ. അവൻ എങ്ങനെയാണ് ഈ മാജിക് ഒക്കെ ചെയ്യുന്നത്? ഭയങ്കര ബുദ്ധിചാതുര്യമാണ് അവന്. നമ്മുടെ രാജഭടന്മാരും പോരാടുന്നുണ്ടല്ലോ. അവർക്ക് എങ്ങനെ മാജിക്കൽ പവേഴ്സ് കിട്ടി? അത് പിന്നെ നമ്മുടെ എല്ലാവരുടെയും ബോഡീസ് ഒന്നിനോടൊന്ന് ടച്ചിലായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് പവേഴ്സ് മൊത്തം എല്ലാവർക്കും ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്. പവേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയി യൂസ് ചെയ്യണം. എല്ലാത്തിനെയും പിടിച്ച് കെട്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോവാം. മറ്റുള്ളതൊക്കെ പിന്നെ ആലോചിക്കാം.
വേഗം ചെന്ന് അവന്മാരെ പിടിക്കേ. കുറച്ചു സമയം നമുക്ക് ഇവിടെ പതുങ്ങിയിരിക്കാം. ആ കുട്ടികൾ ഭയങ്കര ചാതുര്യമുള്ളവരാണെന്നാണ് തോന്നുന്നത്. അത്ര പെട്ടെന്നൊന്നും അവരെ പിടിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഐഡിയ. കൂട്ടുകാരെ, എല്ലാവരും തിരിച്ചു പോവാം. ആ കുട്ടികൾ എല്ലാവരും വളരെ നല്ലവരും ധീരന്മാരുമാണ്. അവർക്കൊരു പ്രശ്നവും ഉണ്ടാകരുത്. ഞാൻ ഈ ചെയ്തത് മുഴുവനും രാജാവ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. അവരെല്ലാവരും ഫ്രീ ആയിട്ട് വീട്ടിലോട്ട് പോകട്ടെ. നിങ്ങളല്ല അവരെ പറ്റിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവരെ പറ്റിച്ചൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ അവരെ ഇങ്ങോട്ട് ഒരു ഗസ്റ്റ് ആയിട്ടാണ് ക്ഷണിച്ചു കൊണ്ടുവന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. രുദ്രയുടെ പവർ അദ്ദേഹം പിടിച്ചെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങളൊക്കെ അവിടെ ചെന്ന് അന്വേഷിക്കുക, ഞാൻ ഇവിടെ നോക്കാം. മന്ത്രി സർ, നിങ്ങൾ രാജാവിന്റെ മന്ത്രിയാണ്, സ്പെഷ്യലായ ആളാണ്. നിങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. അദ്ദേഹം ഇപ്പൊ ചെയ്തത് വളരെ തെറ്റാണെന്ന് പറയൂ. ഓ രുദ്ര, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, അത് തന്നെ സമാധാനം. രുദ്ര, എനിക്കത് ആലോചിച്ച് നോക്കാൻ പോലും പറ്റുന്നില്ല. രാജാവ് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പവറുള്ള കാര്യം. അദ്ദേഹം ആരുടെ തലയിൽ കൈവച്ചാലും അവരുടെ ടോട്ടൽ പവർ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ പവർ ഇതുവരെ തെറ്റായ രീതിയിൽ പ്രയോഗിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമല്ലോ. കിങ്ങിനെ ആർക്കെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയാൽ അവരായിരിക്കും ക്യൂൻ. ക്യൂൻ പറഞ്ഞ ഒരു വാക്കും രാജാവ് ഇന്ന് വരെ നിഷേധിച്ചിട്ടില്ല. പക്ഷെ ആ ക്യൂനിനെ കാണുന്നതാണ് വളരെ പ്രയാസമുള്ള കാര്യം. അവർ വളരെ ദൂരെയാണ് താമസിക്കുന്നത്. അത് എത്ര അപകടം പിടിച്ച സ്ഥലമായാലും ശരി, നമ്മൾ അവിടേക്ക് പോവും. പക്ഷെ എങ്ങോട്ടാ പോകേണ്ടത്? മന്ത്രി ബിൻസോ എന്തായി ചെയ്യുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ക്യൂവിനെ വിളിച്ച് കാര്യം പറഞ്ഞേക്കാം. ഒരു തലയുള്ള സിംഹത്തിനെ കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചു പോകും. ഇതിന് 3 തലയാ ഉള്ളത്. ഒറ്റയടിക്ക് 3 നമ്മൾ അറ്റാക്ക് ചെയ്താലേ പിന്നെ നമ്മുടെ കാര്യം പോക്കാ. മാറ്റിക്കോ, ഞങ്ങൾക്ക് കുയിനെ ഒന്ന് കാണണം. എന്നെ കളിയാക്കുകയാണോ? ആരും ഇതുവരെ ഇവിടെ വന്ന് എന്നെ ഒരിക്കലും കളിയാക്കിയിട്ടില്ല. ക്വീനിനെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല. Ibaiska sacou um postum. Ibaiska Brom Prieto. നെന്തിക്കോ, നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല. എനിക്കിപ്പോ കൊയിനെ കാണണേ, അത്രേ ഉള്ളൂ. വെൽക്കം രുദ്ര. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നമസ്കാരം കൊയിൻ. അബിത്തോട് എന്നോടെല്ലാം പറഞ്ഞു. മന്ത്രി എന്തിനാ നിങ്ങളെ ഇങ്ങോട്ട് അയച്ചെന്നറിയോ? മാൻഡിക്കോ നിന്റെ കഥ അവസാനിപ്പിക്കാനാ. കൊയിൻ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അതെ രുദ്ര, മന്ത്രി പിൻസോ
കിങ്ങിനെ എനിക്കെതിരായി മാറ്റിവിട്ടിട്ട് അദ്ദേഹത്തെ എന്നിൽ നിന്നും വേർപെടുത്തിയിരിക്കുകയാണ്. അപ്പൻസു കിങ്ങിന് റൈറ്റ് ഹാൻഡായി നിന്ന് ഈ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുക. ക്വീൻ, മന്ത്രി അങ്ങനെയൊക്കെ ചെയ്ത കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ പറയൂ, കിങ്ങിന്റെ കയ്യിൽ നിന്ന് എന്റെ പവേഴ്സ് എങ്ങനെ തിരിച്ചെടുക്കാം? ഇന്ന് പൗർണമി ദിവസമാണ്. ഇന്ന് രാത്രി കിങ്ങിനെ ആർക്ക് വേണമെങ്കിലും ചാലഞ്ച് ചെയ്യാവുന്നതാണ്. കിങ് തീർച്ചയായിട്ടും അവനോടൊപ്പം ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യും. ആരും അദ്ദേഹത്തെ സഹായിക്കില്ല. അതാണ് കാര്യമെങ്കിൽ ഇന്ന് ഞാൻ തീർച്ചയായിട്ടും കിങ്ങിനെ ചാലഞ്ച് ചെയ്യും. നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് ഇന്ന് രാത്രി നമ്മളിൽ ആർക്ക് വേണമെങ്കിലും കിങ്ങിനെ ത്രോണിന് വേണ്ടി ചാലഞ്ച് ചെയ്യാവുന്നതാണ്. ആരെങ്കിലും ഉണ്ടോ? ഞാൻ കിങ്ങിനെ ചാലഞ്ച് ചെയ്യുന്നു. പക്ഷെ അത് സിംഹാസനത്തിന് വേണ്ടിയല്ല. ഞാൻ ജയിച്ച എന്റെ പവേഴ്സ് എനിക്ക് തരണം. ഒരു പക്ഷെ നിങ്ങൾ ജയിച്ചാൽ എന്റെ പവേഴ്സ് ഒക്കെ നിങ്ങൾക്ക് തന്നെ സ്വന്തമാകും. അൽഫാൻസോ, ഇവൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇവനെങ്ങനെ രക്ഷപ്പെട്ടത്? എന്തായാലും നീ ഇങ്ങോട്ട് വന്നത് നന്നായി കൊച്ചനെ. ഞങ്ങളുടെ ഈ സമ്പ്രദായത്തെ പറ്റി നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ തന്നെയാണ് പറഞ്ഞത്. ശരിയായ കാര്യം തന്നെയാണ് ഞാനിപ്പോൾ ചെയ്തത്. രുദ്രയ്ക്ക് എല്ലാ അധികാരവുമുണ്ട് ഈ ചാലഞ്ചിൽ പങ്കെടുക്കാൻ വേണ്ടി. എന്നാ ശരി, ഞാൻ രുദ്രയുടെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. രുദ്ര, ഇപ്പോഴും നിനക്ക് സമയമുണ്ട്. തിരിച്ചു പോയിക്കോ. എന്റെ പവേഴ്സ് ഞാൻ തിരിച്ചെടുക്കാതെ ഇവിടുന്ന് പോകേണ്ട പ്രശ്നമില്ല. നിങ്ങൾ അത് എന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതാണ്. Hibiscus Shield Creator. Hibiscus Softlight Creator. രുദ്ര, നീ എന്നെയാണ് ചാലഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ നീ ഒരു കാര്യം മറന്നുപോയി. നീ ഇപ്പോ ഫൈറ്റ് ചെയ്യുന്നത് സ്വയം നിന്നോട് തന്നെയാണ്. ഇനി നിനക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല. രുദ്രയുടെ പ്രായത്തെയും മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. Hibiscus boom chick chick boom. എന്റെ പവേഴ്സ് മൊത്തം നീ അപഹരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പവേഴ്സ് നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. എന്റെ പവേഴ്സ് മാത്രമാണ് ഞാൻ തിരിച്ചെടുത്തത്.
പോകുന്ന മുമ്പ് ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ, ഇതൊക്കെ നിങ്ങളുടെ മന്ത്രി അബിൻസിന്റെ തന്ത്രമാണ്. ഞാനിപ്പോ കുടുങ്ങി പോകുന്ന തോന്നുന്നത്. അവൻ നിങ്ങളെയും ക്വീനിനെയും വേർപെടുത്തിരിക്കുകയാണ്. അവൻ മാജിക്കൽ പവേഴ്സ് നിങ്ങളുടെ കയ്യിൽ നിന്നും അപഹരിച്ചിരിക്കുകയാണ്. നിങ്ങൾ നശിപ്പിച്ചിട്ട് അവൻ രാജാവാകാൻ ആഗ്രഹിക്കുകയാണ്. എന്ത്? താങ്ക് യു രുദ്ര. ഞാൻ ഈ കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. എനിക്കത് അറിയാമായിരുന്നു, പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. ഇപ്പൊ പിൻസോയെ പിടിച്ച് തടവിലാക്ക്. ക്വീൻ, സോറി, ഞാൻ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചു. അതൊന്നും സാരമില്ല. ഓൾ ഇസ് വെൽ ദാറ്റ് എൻഡ്സ് വെൽ. രുദ്ര, വളരെ വളരെ നന്ദി. ലെറ്റ്സ് സെലിബ്രേറ്റ്. നമ്മുടെ ചീഫ് ഗസ്റ്റിനെ സ്വാഗതം ചെയ്യൂ. എല്ലാം നല്ലതാണെങ്കിൽ അതിന്റെ അവസാനവും നല്ലതായിരിക്കും.